നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. അഴീക്കോട് പട്ടികജാതി കോളനിയിലെ വെള്ളക്കുടിയൻ ആശാനും കുടുംബവും മെയ് 31 മുതൽ കളക്ടറേറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സത്യാഗ്രഹ സമരം നടത്തും. ദളിത് പീഡന നിയമത്തെ പോലീസും ഭരണകൂടവും നോക്കുകുത്തിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് കേരള പട്ടിക ജനസമാജം ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളനിയിൽ കഴിഞ്ഞ 50 വർഷമായി താമസിച്ചു വരുന്ന ആശാന്റെ വീടിനോട് ചേർന്ന് അയൽവാസി JCB ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇതിനെതിരെ വളപട്ടണം പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ, തഹസിൽദാർ, SC/ST കമ്മീഷണർ എന്നിവർക്ക് പരാതികൾ നൽകിയെങ്കിലും കഴിഞ്ഞ 9 മാസമായി ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സുനിൽകുമാർ പറയുന്നു. ആശാനും ഭാര്യയും 2 പെൺമക്കളും താമസിക്കുന്ന വീട് കാലവർഷം തുടങ്ങുന്നതോടെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നം പരിഹരിക്കണമെന്ന പ്പെട്ട് ആശാനും കുടുംബവും കുടിൽകെട്ടി സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നത്. ഇവർക്കൊപ്പം കേരള പട്ടികജന സമാജം പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് സുനിൽകുമാർ പറഞ്ഞു. 4 ജീവനുകൾ അപായപ്പെടാനും മരണം സംഭവിക്കാനും ഇടവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഒരടി വിട്ടിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരടി വിട്ടിട്ടാണ് മണ്ണെടുത്തിരിക്കുന്നത്, 7 അടി താഴ്ചയിൽ. ആ സ്ഥിതിയിൽ ആ വീട് എന്തായാലും ഈ മഴയെ, കാലവർഷത്തെ അതിജീവിക്കില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മഴ, നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്ന് മുതൽ കാലവർഷം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ ശക്തി പ്രാപിക്കുന്ന ഘട്ടം വരുന്നതോടുകൂടി ഈ മെയ് 31 മുതൽ 31 നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പ്രശ്നം പരിഹരിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 31 മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത പക്ഷം കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഈ കുടുംബം കുടിൽ കെട്ടി സമരം ആരംഭിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പോംവഴിയില്ല. ഈ സമരത്തിൽ ഈ വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ അവരെന്തായാലും ഇടിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ അകത്ത് മൃതശരീരമായി നിൽക്കേണ്ടി വരും. അങ്ങനെ അവരുടെ ജീവിതം അവസാനിക്കും. ആ സാഹചര്യത്തിൽ ജീവഭയത്താലാണ് ഈ കുടുംബം 31-ാം തീയതി കളക്ടറേറ്റിന് മുമ്പിൽ കുടിൽ കെട്ടി അവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ KPJS ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ അരിങ്ങളയ, വെള്ളക്കുടിയൻ ആശാൻ, ഭാര്യ M ജീന, മഹിളാ സമാജം ജില്ലാ സെക്രട്ടറി ബബിത ബേബി, VK സുമിത എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുംബൈ ആസ്ഥാനമായ പാട്ടുകൂട്ടായ്മയായ സംഗീത നിശയുടെ കുടുംബസംഗമവും കലാപരിപാടികളും മെയ് 25-ന് കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കും. സംവിധായക സഹോദരങ്ങളായ സതീഷ്, വിനോദ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ C രാമചന്ദ്രന്റെ സംഗീത പഠന ക്ലാസും ഉണ്ടാവും. ഫാമിലി കൂട്ടായ്മ, ഒരു കുടുംബ കൂട്ടായ്മ എന്നുള്ളതിൽ നമ്മൾ ബോംബെയിലായിരുന്നു എല്ലാ വർഷവും നടന്നത്, പ്രത്യേകിച്ചും കല്യാൺ, ഡോംബിവലി മേഖലകളിൽ. അപ്പോൾ 5 വർഷങ്ങളായിട്ട് നമ്മൾ കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. 2 വർഷം കോവിഡിൻ്റെ സമയത്ത് നമ്മളങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്തില്ല, വാട്സപ്പ് മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മുരുകൻ കാട്ടാക്കടയായിരുന്നു നമ്മുടെ ആദ്യത്തെ കൂട്ടായ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ ജയരാജ് വാര്യരുടെ ഒരു കാരിക്കേച്ചറും അതോടനുബന്ധിച്ച ക്ലാസ്സുകളായിരുന്നു. പിന്നീട് സന്തോഷ് കിയാട്ടൂരിൻ്റെ പെൺനടൻ എന്ന് പറഞ്ഞ നാടകം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സുരേഷ് ബാബു ആയിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ രാമേന്ദ്ര മാഷാണ് ആക്ച്വലി. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അത് ഒരു കൂടുതൽ മെമ്പർമാർ, നമ്മുടെ ഏകദേശം ഒരു 70-80% മെമ്പർമാർ നമ്മുടെ നാട്ടുകാരാണ്. അങ്ങനെയാണ് ഇപ്രാവശ്യം ഒരു വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഏതായാലും ഈ ഒരു പ്രോഗ്രാം ഇപ്രാവശ്യം കണ്ണൂർ വെച്ച് നടത്താം. അങ്ങനെയാണ് കൃഷ്ണ റെസിഡൻസിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം മറ്റന്നാൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ 270ഓളം അംഗങ്ങളുടെ ഗാനമേള അരങ്ങേറും. ഭാരവാഹികളായ K പ്രശാന്ത്, സജേഷ് നമ്പ്യാർ, നികേഷ് നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാടായിൽ നിന്നും നിരോധിത 300 മില്ലി പ്ലാസ്റ്റിക് കുപ്പിവെള്ളം പിടികൂടി. മാടായി തെരുവിൽ പ്രവർത്തിക്കുന്ന ടി മതി എന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ വീടിനോട് ചേർന്നുള്ള ഗോഡൌണിൽ നിന്നാണ് 35 കുപ്പികൾ വീതമുള്ള 88 കേസ് പിടികൂടിയത്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് മാടായി തെരുവിൽ പ്രവർത്തിക്കുന്ന ടീം മതി എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത 300 മില്ലി പ്ലാസ്റ്റിക് കുപ്പിവെള്ളം പിടികൂടിയത്. 35 കുപ്പികൾ വീതമുള്ള 88 കേസുകളാണ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. ടീം മതി എന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ വീടിനോട് ചേർന്നുള്ള ഗോഡൌണിൽ നിന്നാണ് സ്ക്വാഡ് നിരോധിത 300 മില്ലി പ്ലാസ്റ്റിക് കുപ്പിവെള്ളം പിടികൂടിയത്. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നം മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി. ടീം മതി എന്ന സ്ഥാപനത്തിന് നിരോധിത ഉൽപ്പന്നം സംഭരിച്ചു വെച്ചതിന് സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തുകയും
തുടർ നടപടികൾ സ്വീകരിക്കാൻ മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് പി, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൻ CK, മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കേരളത്തിൽ പെരുമഴയ്ക്ക് സാധ്യത. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. അപകട സാധ്യതാ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നു. മധ്യവടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇന്ന് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും മഞ്ഞ അലേർട്ടാണ് തുടരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. ബാക്കി ജില്ലകളിൽ മഞ്ഞ അലേർട്ട് നിലനിൽക്കും. 25-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 26-ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഈ സമയങ്ങളിൽ വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുമുണ്ട്. കേരള തീരത്ത് രാത്രി 8:30 വരെ 0.5 മുതൽ 1 മീറ്റർ വരെയും, കന്യാകുമാരി തീരത്ത് 1 മീറ്റർ മുതൽ 1.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഒരിടവേളയ്ക്ക് ശേഷം ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്നു. ജില്ലയിൽ 4 പേർക്ക് പണം നഷ്ടമായി. ടെലിഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി പണം നിക്ഷേപിച്ച എടക്കാട് സ്വദേശിക്ക് 89,200 രൂപയാണ് നഷ്ടപ്പെട്ടത്. നിരവധി പേർ തട്ടിപ്പിന് ഇരയാവുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും അധികൃതരുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഓൺലൈൻ ചതികളിൽ പെടുന്നവർ നിരവധിയാണ്. ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലായി ജില്ലയിൽ 4 പേർക്ക് 1,03,691 രൂപയാണ് നഷ്ടപ്പെട്ടത്. തട്ടിപ്പ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ വഞ്ചിച്ചു എന്നതാണ് കേസ്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട ചൊക്ലി സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്നും
6,500 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഓർഡർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്തതായി മൊബൈൽ ഫോണിൽ സന്ദേശം വന്നതിനെ തുടർന്ന് അടച്ച തുക തിരികെ ആവശ്യപ്പെട്ട ന്യൂമാഹി സ്വദേശിനിക്ക് 4,092 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാട്സ്ആപ്പ് വഴി റീഫണ്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം പണം കവർന്നത്. വാട്സ്ആപ്പ് ചാറ്റിലൂടെ പ്രൊജക്ടർ വാങ്ങുന്നതിന് ഓർഡർ ചെയ്ത ചക്കരക്കൽ സ്വദേശിക്ക് 3,899 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാലിന്യ സംസ്കരണത്തിൽ അപാകത. തലശ്ശേരിയിൽ 3 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കുയ്യാലിയിലെ തോട്ടത്തിൽ റെസ്റ്റോറന്റ്, കൊളശ്ശേരിയിലെ ദോഹ റെസ്റ്റോറന്റ് ആൻഡ് കഫേ, കൊളശ്ശേരിയിലെ ഇൻസ്റ്റാ കാർട്ട് സർവീസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പിഴ ഒടുക്കേണ്ടത്. കണ്ടെത്തിയ അപാകതകൾ നിശ്ചിത സമയത്തിനകം പരിഹരിച്ച് റിപ്പോർട്ട് നൽകാനും സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലശ്ശേരി നഗരസഭാ പരിധിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യ സംസ്കരണത്തിൽ അപാകതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയത്. മാലിന്യം കൂട്ടിയിട്ടതിനും മലിനജലം കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കിവിട്ടതിനും കുയ്യാലിയിലെ തോട്ടത്തിൽ റെസ്റ്റോറന്റിന് 10,000 രൂപയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം സ്ഥാപനത്തിന്റെ പാർക്കിംഗ് സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ചതിന് കൊളശ്ശേരിയിലെ ദോഹ റെസ്റ്റോറന്റ് കഫേക്ക് 5,000 രൂപയുമാണ് പിഴ ചുമത്തിയത്. മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് കൊളശ്ശേരിയിലെ ഇൻസ്റ്റാ കാർട്ട് സർവീസസ് ലിമിറ്റഡിന് 1,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. കണ്ടെത്തിയ അപാകതകൾ നിശ്ചിത സമയത്തിനകം പരിഹരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സ്ക്വാഡ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.